20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. അങ്കിളിന് ഏത് വക്കീലിനെയാ വേണ്ടത്? അതൊക്കെ ഞാൻ പറയാം. നീ അദ്ദേഹത്തെ പോയി ഇന്ന് കണ്ടാ മതി. ഞാൻ കാണാം. അങ്കിള് പുറത്തിറങ്ങേണ്ടത് അങ്കിളിനേക്കാൾ ആവശ്യം എനിക്കാണ്. അത്രയും കേട്ടാ മതി. ഞാൻ പുറത്തിറങ്ങിയാൽ പിന്നെ ദേവ ബിൽഡേഴ്സ് ഞാനൊരു ഇന്റർനാഷണൽ കമ്പനിയാക്കി വളർത്തിയെടുത്തിരിക്കും. അതൊക്കെ എന്റെ വലിയ സ്വപ്നമാണ് അങ്കിൾ. ഞാൻ ഒന്നുമല്ലെന്ന് കരുതിയവർക്ക് മുന്നിൽ അത്രയൊക്കെ വളരാൻ സാധിച്ചാൽ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും. ആ മീര ജോലിക്ക് കയറിയപ്പോ മുതല് അമ്മ അവളെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങിയതാ. അത് തന്നെ എനിക്കന്ന് സഹിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ അവളെ മരുമകളാക്കി വീട്ടിലേക്ക് കെട്ടിയെടുത്തത്. അപ്പോഴും എല്ലാവർക്കും എന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാനും അവളെ എടുത്ത് തലയിൽ വെക്കാനുമേ സമയമുണ്ടായിരുന്നുള്ളൂ. അതൊന്നും മാറ്റിയെടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നോ. അവസാനം അമ്മയെ ഞാൻ എന്റെ വരുതിക്കാക്കി എടുത്ത് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. പക്ഷെ ആ സമയത്ത് ആദർശ് തിരികെ വന്നു. അതോടെ എല്ലാം എന്റെ കൈവിട്ടുപോയി. പിന്നെയാണ് പാർട്ടീഷന്റെ ഐഡിയ വന്നതും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതും. എങ്ങനായാലും കാര്യങ്ങളൊക്കെ ഇപ്പൊ അഭി വിചാരിച്ചോലെ എത്തിയില്ലേ? അതാ കാര്യം. നിന്റെ മനസ്സ് വേദനിപ്പിച്ചവരാരും സന്തോഷത്തോടെ ജീവിക്കത്തില്ല. നിന്റെ പ്രതികാരം ഒരു പരിധിവരെ നടത്തിയെടുക്കാൻ നിനക്ക് സാധിച്ചു. അത് നിന്റെ വിജയവാ. എനിക്ക് സാധിക്കാതെ പോയ കാര്യമാണ്. ഞാൻ എൻ്റെ പ്രതികാരത്തിന്റെ പിന്നാലെ പോയി പരാജയപ്പെട്ടവനാണ്. ഞാൻ പോലും തോറ്റ സ്ഥലത്ത് നീ ജയിച്ചു. അതിന്റെ ഒരു ബഹുമാനം എന്നും നിന്നോട് എനിക്കുണ്ട് അബി. അതാ നീ വന്ന് ഇങ്ങനൊരു സഹായം ചോദിച്ചപ്പോ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്യാം എന്നേറ്റത്. താങ്ക് യു അങ്കിൾ. ആദ്യമായാണ് ഒരാൾ എന്നെ മനസ്സിലാക്കി സംസാരിക്കുന്നത്. ഞാൻ നേടിയതൊന്നും ഒന്നുമല്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതല്ല ശരിയെന്നും എനിക്ക് പലതും ചെയ്യാൻ സാധിക്കുമെന്നും അങ്കിള് പറഞ്ഞപ്പോ എന്റെ കോൺഫിഡൻസ് ഇരട്ടിയായി. അതിൽ നിന്നും കിട്ടുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് മതി എനിക്കിനി ധൈര്യമായിട്ട് മുന്നോട്ട് പോവാൻ. അങ്കിളിന് വേണ്ടി ഒന്നല്ല 10 വക്കീലന്മാരെ ഞാൻ ഇറക്കും. അതിന് പണമൊന്നും ഒരു പ്രശ്നമല്ല. അങ്കിളിനെ പുറത്തിറക്കാൻ നിയമത്തിൽ എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അങ്കിള് പുറത്തിറങ്ങിയിരിക്കും. ഇതെന്റെ വാക്കാ. നിന്റെ മനസ്സിൽ ഇത്രയും സ്നേഹവും കരുണയും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നീ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് സങ്കടമില്ല. ഇത്രയൊക്കെ പറയാൻ നീ മനസ്സ് കാണിച്ചല്ലോ. പണത്തിനപ്പുറം ബന്ധങ്ങൾക്ക് നീ സ്ഥാനം നൽകിയല്ലോ. ഞാനെന്നും അങ്ങനെ തന്നെ അങ്കിൾ. എവിടെ നിന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന പെണ്ണിനെ തലയിൽ കയറ്റി അമ്മയെ ആദർശം കാവടി കളിച്ചതുകൊണ്ടാ ഞാൻ ഇത്രയും റിബലായത്. മീര ആദർശിന്റെ ജീവിതത്തിൽ നിന്ന് പോയാ പിന്നെ എനിക്ക് ആദർശിനോട് ദേഷ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല മോളെ. അതെനിക്കറിയാം അങ്കിൾ. അതുകൊണ്ടാ ആ കമ്പനി ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അവന് കമ്പനിക്കിടാൻ വേറൊരു പേരും കിട്ടിയില്ല, മീര ബിൽഡേഴ്സ്. ആ പേരിൽ അവനൊരു പ്രോജക്റ്റ് പോലും കിട്ടരുത്. അത് അവളുടെ ഐശ്വര്യക്കേടാണെന്ന് അവൻ മനസ്സിലാക്കണം. അങ്ങനെ ആദർശം മീരെ വെറുക്കണം. അതാണ് എന്റെ ആഗ്രഹം. എല്ലാം നടക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. തന്നെ താനിത് എങ്ങോട്ടാ? അത് എനിക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഞാനും കൂടെ വരാം. താനിതിനാ ഒറ്റയ്ക്ക് പോകുന്ന? നമുക്ക് നമ്മുടെ വണ്ടി പോവാം. വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം. മനോജേട്ടൻ വന്നാൽ ശരിയാവില്ലേ? ദേ എന്തിനുള്ള പുറപ്പാടാ? എന്താ കാര്യമെന്നെങ്കിലും പറഞ്ഞിട്ട് പോവൂ. തന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ എന്ത് വിശ്വസിച്ചായിരിക്കും? മനോജേട്ടൻ പേടിക്കണ്ട, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. കാര്യം വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? ധന്യേ,
ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഒപ്പിച്ചു വെക്കരുത്. താൻ ഒറ്റ ബുദ്ധിക്ക് മുമ്പും നോക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാലേ അത് ശരിയാവില്ല. ഒന്നും ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല മനോജേട്ടാ. എന്നാലും എന്റെ മോളുടെ കാര്യം എനിക്ക് നോക്കിയല്ലേ പറ്റൂ. ഈ കുരുക്കിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. അതിനെന്ത് ചെയ്യാനാ പോകുന്നത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. തന്നെ നിക്ക്. എന്താണെങ്കിലും താൻ എന്നോട് പറ. ഞാൻ തനിക്കൊപ്പം ഉണ്ട്. ഞാനും കൂടെ വരാം. മനോജേട്ടൻ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ പോയിട്ട് വരാം. തന്നെ വെയിറ്റ് ചെയ്യണോ ചേച്ചി? വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. ഓ, ഇതെന്താ പിന്നെ വഴക്കുണ്ടാക്കാൻ വന്നാണോ? എനിക്ക് സൂരജിനൊന്ന് കാണണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ സൂരജിനോട് ഒരു കാര്യവും സംസാരിക്കണ്ട. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് അലമ്പുണ്ടാക്കാതെ പോവാൻ നോക്ക്. ദേ, ഈ വീട്ടില് നീ വരുന്നതിന് മുൻപേ വന്നിട്ടുള്ള ആളാ ഞാൻ. ഇപ്പൊ ഈ വീട്ടില് നീ നിൽക്കാൻ കാരണവും ഞാനാ. അത് മറന്ന് നീ പെരുമാറരുത്. ഇതെന്റെ മോളുടെ ജീവിതത്തിന്റെ കാര്യം. എനിക്ക് സൂരജിനെ കണ്ട് സംസാരിച്ചേ പറ്റൂ. നീ വെറുതെ അതിന് തടസ്സം നിൽക്കാൻ നോക്കണ്ട. എന്റെ മോനെ കൊണ്ട് നിന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ നീ ശ്രമിക്കേണ്ട തന്നെ. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിന് ആര് ശ്രമിക്കുന്നു? ആ വിവാഹം നടക്കില്ല എന്ന് പറയാനാ ഞാൻ വന്നത്. അതിന് നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോൻ നിന്റെ മോളെ കല്യാണം കഴിക്കാൻ അങ്ങോട്ട് വരുന്നില്ല. അതെ, ഇതൊക്കെ എന്റെ നിന്റെ തെറ്റിദ്ധാരണയാ. പിള്ളേരുടെ മനസ്സിൽ എന്താന്നോ അവരെന്തൊക്കെയാ ചെയ്യുമെന്ന് നമുക്കറിയില്ല. അതെ, നിന്റെ അവസ്ഥയാ. നിന്റെ മകൾ എന്ത് ചെയ്യുന്നോ അവളുടെ മനസ്സിൽ എന്താണെന്നോ നിനക്കറിയില്ലായിരിക്കും. പക്ഷേ എന്റെ മോന് ഞാൻ പറയുന്നതിനപ്പുറം ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. ശരി, സമ്മതിച്ചു. ഇപ്പൊ നീ പറഞ്ഞത് സൂരജനോട് നേരിട്ട് പറഞ്ഞാ മതി. എനിക്ക് സമാധാനവും. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നതിനപ്പുറം അവനൊന്നും പറയാനില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഹരിയേട്ടാ, വേണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെറുതെ വഴക്കുണ്ടാക്കാനാ ഇവളുടെ വരവ്. അത് ഇവിടെ പറ്റില്ല. എന്ത് കാര്യമാണെങ്കിലും അകത്തിരുന്ന് സംസാരിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാതിൽക്കൽ വെച്ചൊരു വാക്ക് തർക്കം വേണ്ട. ഹരി, എനിക്ക് സൂരജിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരോടും വഴക്കിടാനൊന്നും വന്നതല്ല. സൂരജ് ഇവിടെയുണ്ട്, ഞാൻ വിളിക്കാം. ധന്യ സംസാരിച്ചോളൂ. ഹരിയേട്ടൻ ഇത് എന്തെറിഞ്ഞിട്ടാ ഇവളെ വീട്ടിൽ കയറ്റി എന്റെ മോനോട് സംസാരിച്ചോളാൻ പറയുന്നത്? അവനെ കഴിഞ്ഞ തവണ ഇവള് എന്തൊക്കെയാ പറഞ്ഞ് ആക്ഷേപിച്ചത്? അതൊക്കെ കേട്ടിട്ടും ഞാൻ ക്ഷമിച്ച് സഹിച്ചു നിന്നതേ വീട്ടിൽ വന്നു കയറിയ ഒരാളെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാ. അതെല്ലാം ഞാൻ സമ്മതിച്ചു. ഇപ്പൊ ധന്യ നമ്മുടെ വീട്ടിലേക്ക് തന്നെയല്ലേ വന്നത്. ഇവിടെ സൂരജ് ഉണ്ടല്ലോ. ധന്യ സൂരജനെ കണ്ട് സംസാരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. പിന്നെന്തിനാ ബീന വെറുതെ തടയാൻ ശ്രമിക്കുന്നത്? ധന്യ അകത്തേക്ക് വരൂ, ഞാൻ സൂരജനെ വിളിക്കാം. ഇരുപത് സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. സൂരജേ, സൂരജേ. ആ, ധന്യ ഇരിക്ക്. വേണ്ട, സൂരജേ. ഹരിയച്ചാ വരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് എനിക്ക് വേഗം പോണം. സൂരജ്, നിന്നെ കാണാനാ ധന്യ വന്നത്. നിന്നോടെന്തോ സംസാരിക്കാനുണ്ട്. നിങ്ങൾ സംസാരിച്ചോ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാതെ ഒറ്റയ്ക്കുള്ള സംസാരമൊന്നും വേണ്ട. 24 മണിക്കൂറും ജ്യോത്സ്യന്മാരെയും കൂടോത്രക്കാരെയും ഒക്കെ കണ്ടു നടക്കുന്നവരെ
കണ്ണുടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. എനിക്കാകെ ഇവൻ മാത്രമേ ഉള്ളൂ. വെറുതെ റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. അമ്മ ഇതെന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ആന്റിക്ക് എന്നോട് പറയാനുള്ളത് എന്താണെങ്കിലും അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അമ്മ വെറുതെ ഇതിൽ ഇടപെടണ്ട. താനിങ്ങ വാടോ, അവര് സംസാരിക്കട്ടെ. വേണ്ട, ഇവിടെ തന്നെ നിന്ന് സംസാരിച്ചാ മതി. ഞാൻ വഴക്കിനും പ്രശ്നത്തിനും ഒന്നും വന്നതല്ല സൂരജെ. ഇവിടെ വന്ന ഈ രീതിയിൽ നിന്ന് സംസാരിക്കേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് ഞാൻ വരാൻ തീരുമാനിച്ചത് എന്റെ ഗതികേട് കൊണ്ട്. എനിക്ക് വേറെ ഒരു വഴിയും മനസ്സിൽ തോന്നാത്തത് കൊണ്ട്. എനിക്കെന്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എല്ലാ അച്ഛനമ്മമാർക്കും മക്കളുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഉണ്ടാവും. വിദ്യ സൂരജിനെ വിവാഹം കഴിച്ച അവളുടെ ജീവിതം എന്താവുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ സൂരജിനെ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പറയുന്നില്ല. സൂരജ് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മാത്രം മതി. സൂരജിന് എന്താ സ്വന്തമായിട്ടുള്ളത്? ഇന്നത്തെ കാലത്ത് PG PhD ഉള്ളവർക്ക് പോലും നല്ല ജോലിയില്ല. അപ്പൊ പിന്നെ ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത സൂരജ് ഇങ്ങനെ ജീവിക്കും? മീരയെ ആദർശിനെ സഹായിച്ചു നിന്ന് അവര് തരുന്ന എന്തെങ്കിലും കൊണ്ട് ഒരു കുടുംബം നന്നായിട്ട് നോക്കാൻ സാധിക്കുമോ? അത് പിന്നെ പോട്ടേന്ന് വെക്കാം. 4 പേര് തിരക്കിയ സൂരജിനെ കുറിച്ച് എന്തൊക്കെയാവും പറയുക? ലഹരി കൈവശം വച്ചതിനും ബാറിൽ തല്ലുണ്ടാക്കിയതിനും കൂട്ടുകാർക്കൊപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനുമെല്ലാം എത്രയോ തവണ പോലീസ് കേസുകൾ സൂരജിന്റെ പേരിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ഉള്ള ഒരാളെ സൂരജിനൊരു മകളുണ്ടെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കൂ? സൂരജ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനിത് വെറുതെ ബീനയോടുള്ള പ്രശ്നത്തിന്റെ പേരിൽ അന്ധമായിട്ട് എതിർക്കുന്നതല്ല. എന്റെ മകളുടെ കാര്യത്തിൽ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവളുടെ വിവരമില്ലായ്മ പറഞ്ഞു മനസ്സിലാക്കി തടയാൻ സാധിച്ചില്ലെങ്കിലും അവൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളിൽ നിന്നും അവളെ രക്ഷിച്ചേ പറ്റൂ. എന്റെ അവസ്ഥ സൂരജ് മനസ്സിലാക്കണം. മറ്റാരോടും ഞാനിത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നെ ഇപ്പൊ രക്ഷിക്കാൻ സൂരജിനെ പറ്റൂ. ഈ ബന്ധത്തിൽ നിന്ന് സൂരജ് പിന്മാറണം. സൂരജിനൊരു ജോലിയോ നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുള്ള വിദ്യാഭ്യാസമോ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനൊന്നും പറയില്ലായിരുന്നു. പക്ഷേ അതല്ല അവസ്ഥ. ആദർശ് ദേവ ബിൽഡേഴ്സ് നടത്തിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇനി പുതിയ കമ്പനി രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്റെ മകളെ എന്ത് വിശ്വസിച്ച വിവാഹം ചെയ്ത് തരേണ്ടത്? ഇനി എല്ലാം സഹിച്ച് വിവാഹം കഴിപ്പിച്ച് അയച്ചാലും അവള് ഇവിടേക്ക് വേണ്ടേ വരാൻ? ഇവിടെ വന്ന അവൾ ഏത് ലെവലിൽ കഷ്ടപ്പെടുമെന്ന്, അല്ല കഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ പറയാതെ തന്നെ സൂരജിന് ഊഹിക്കല്ലോ. നിങ്ങളുടെ പ്രായത്തിന്റെ എടുത്തുചാട്ടോ ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയും എനിക്ക് മനസ്സിലാവും. ഇങ്ങനൊരവസ്ഥയിൽ ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്നും തലയിലേക്ക് കയറില്ല. എങ്കിലും ഞാൻ പറയാതിരുന്ന എനിക്കൊരു സമാധാനം കിട്ടില്ല. സൂരജിനെ സ്വയം മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണം. അത് വിദ്യയെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. എന്റെ മോൾക്ക് നല്ലൊരു ഭാവിയും നല്ലൊരു ജീവിതവും കിട്ടേണ്ടതാ. അത് സൂരജ് കാരണം ഇല്ലാതാവരുത്.
സൂരജ് വിദ്യയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ലത് വരാനാ ശ്രമിക്കേണ്ടത്. അല്ലാതെ സൂരജിന് വിവാഹം കഴിച്ച് അവൾ കഷ്ടപ്പെടണമെന്ന് ചിന്തിക്കരുത്. ഹരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇനി എനിക്ക് ഇവളുടെ ഈ പ്രസംഗം കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. കുറെ നേരമായി നീ എന്റെ മോനെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. ഇതെവിടെ വരെ പോവെന്നറിയാനാ ഞാൻ ഇത്രയും നേരം ഇവിടെ മിണ്ടാതെ നിന്നേ. നീ നിന്റെ മോളും ആരാന്നോ നിന്റെ വിചാരം? നിന്റെ മോളെന്താ മാനത്തൊന്ന് പൊട്ടി വീണ അപ്സരസോ? നിന്റെ മോളെക്കാൾ 10 മടങ്ങ് സൗന്ദര്യവും വിദ്യാഭ്യാസവും പണവും ഉള്ള പെൺകുട്ടിയെ എന്റെ മോന് ഭാര്യയായിട്ട് കിട്ടും. അവള് ലോകത്തെങ്ങും ഇല്ലാത്ത ഉപദേശവും കൊണ്ട് വന്നിരിക്കുക. ശരിക്കും ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടാലേ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ മോളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുക ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ചെയ്താൽ തകരുന്നത് നിന്റെ മോളുടെ ജീവിതമല്ല, എന്റെ മോന്റെ ജീവിതമായിരിക്കും. അതുകൊണ്ടാ ഞാനത് ചെയ്യാത്തത്. വിദ്യയുടെ ഏറ്റവും വലിയ കുറവ് എന്താണെന്ന് അറിയാമോ? അവള് നിന്റെ മോളായിട്ട് പിറന്നു എന്നുള്ളതാ. അതാ അവൾ ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ബീനെ, വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. സംസാരിക്കണം ഹരിയേട്ടാ. ഇത്രയും നേരം ഇവൾ ഇവിടെ നിന്ന് ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഹരിയേട്ടൻ തടഞ്ഞില്ലല്ലോ. സൂരജിന് ഇവൾ എന്തൊക്കെയോ പറഞ്ഞ് ഇടിച്ച് താഴ്ത്തി സംസാരിച്ചപ്പോ അപ്പൊ ആർക്കും മറുപടി ഇല്ലായിരുന്നു. എന്റെ മോന് വേണ്ടി സംസാരിക്കാനും എന്നും അവന്റെ ഒപ്പം നിൽക്കാനും ഞാൻ മാത്രമേ ഉണ്ടാവൂ. അതെനിക്കറിയാം. ബാക്കി എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെയാ വലുത്. ഞാൻ വളരെ മാന്യമായിട്ടാണ് ഇതുവരെ സംസാരിച്ചത്. എന്റെ മോളെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും എനിക്കൊരു മടിയില്ല. ഹരിയെ ഓർത്ത ഞാൻ അങ്ങനൊന്നും ചെയ്യാത്തത്. പക്ഷെ അതൊന്നും എന്റെ കഴിവുകേടായിട്ട് കാണരുത്. നിന്റെ കഴിവൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ ചെയ്തോ. പക്ഷേ ഇനി മേലിൽ എന്റെ മോനെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങോട്ട് വരരുത്. സൂരജിനോട് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരമ്മയുടെ വേദന മനസ്സിലാക്കാനുള്ള പക്വതയെങ്കിലും സൂരജ് കാണിക്കുമെന്നാ ഞാൻ കരുതുന്നേ. ഞാൻ ഇറങ്ങുക. ഇനി എനിക്കൊന്നും പറയാനില്ല. അയ്യോ, പറഞ്ഞിടത്തോളം മതി. നിന്റെ മോളെ ഏതെങ്കിലും ഒരു കോന്തനെ കൊണ്ട് നീ കെട്ടിച്ചോ, അതിന് ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. ഹരി, ഞാൻ ഇറങ്ങുക. മോനെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെയല്ല ബീന, തന്നെ ഇവിടെ വന്ന് ഇത്രയൊക്കെ സംസാരിക്കണമെങ്കിൽ ഒന്നുമില്ല ഹരിയേട്ടാ. അവൾ ഇവിടെ വന്ന് കുറച്ച് ഫീലിങ്സ് അഭിനയിച്ച് പറഞ്ഞതെല്ലാം സൂരജിന്റെ കുറ്റങ്ങൾ മാത്രമാ. സൂരജിനെ മാനസികമായിട്ട് തളർത്തി അവൾക്ക് ജയിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയായത്. പ്ലാൻ എല്ലാം ശരിയായിരുന്നെങ്കിലും പറഞ്ഞു വന്നപ്പോ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അതൊന്നും നിങ്ങൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഇതാ പറയുന്നേ, ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാകൂന്നു. അവന് വല്ലാത്ത വിഷമായും തോന്നുന്നു. അതൊക്കെ ഞാൻ സംസാരിച്ച് ശരിയാക്കിക്കൊള്ളാം. ആ വിദ്യ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വന്നേനെ. ഹരിയുടെ നോക്കിക്കോ, ധന്യയുടെ ഈ അഹങ്കാരത്തിന് അവൾക്ക് ശിക്ഷ കിട്ടും. ആ വിദ്യ ഏതേലും പരുന്തും കാലേ പോവും. നോക്കിക്കോ, എനിക്ക് ഉറപ്പാ. വെറുതെ വേണ്ടാതിനെ പറയാതെ ബീനെ. എന്റെ മനസ്സറിഞ്ഞ് ഞാൻ പറയുന്നതാ ഹരിയേട്ടാ. അവളുടെ മോള് കാരണം ധന്യയുടെ കണ്ണീര് വീണിരിക്കും. ഒരു മനുഷ്യനും ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ഏത് കൊമ്പത്തെ രാജകുമാരനെ കൊണ്ട് കെട്ടിച്ചാലും അവൾ അനുഭവിക്കും. നോക്കിക്കോ. ഹലോ, ആദർശേട്ടൻ ബാംഗ്ലൂരാ? ആ അതെ,
കമ്പനിയുടെ ആവശ്യത്തിന് പോയതാ. ഓ, മീറ്റിംഗിലായിരിക്കും, അതാ വിളിച്ചിട്ട് കിട്ടാത്ത. ചേട്ടാ ഇവിടെ നിർത്തണേ. ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. അമ്മായി എന്താ ഇവിടെ? ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ മീരെ. സൂരജിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നീ വലിയ കള്ളിയാ. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. അതെങ്ങനെയാ നിന്നെ ബീനയിലെ വളർത്തിയത്? ആ കാറ്റടിച്ച തന്നെ സ്വഭാവം ഇങ്ങനെ ആയില്ലെങ്കിലേ അതിശയുള്ളൂ. എന്താ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ദേ, ഇനി നീ പൊട്ടി കളിക്കല്ലേ മീര. വിദ്യ സൂരജും എല്ലാ കാര്യങ്ങളും നിന്നോട് വന്ന് പറഞ്ഞതല്ലേ? നീ എന്താ അത് ഞങ്ങളാരെ അറിയിക്കാത്തത്? ഇരുപത് സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃത നൽകുന്ന സല്ലാപ വിരുന്ന്.